പുറപ്പാട് ദിവസം 16-ാം അധ്യായം ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനാണ് കാണാൻ കഴിയുന്നത്. പ്രകൃത്യാതീതമായ ഒരു നന്മയുടെ ഉറവ. അത് തൻ്റെ മക്കൾക്ക് ഏത് കാലഘട്ടത്തിലും ദൈവം കൊടുക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മരുഭൂമിയിൽ ദൈവജനത്തിന് മന്ന കൊടുത്തത്. ദൈവജനം വിശക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു അല്ലേ. 15-ാം അധ്യായത്തിൽ വെള്ളം കിട്ടാതെ 3 ദിവസം വലഞ്ഞപ്പോൾ ദൈവം അവർക്ക് വെള്ളം കൊടുത്തു. ഈ അധ്യായത്തിൽ അവർക്ക് വിശക്കുകയാണ്. വിശക്കുന്ന സമയത്ത് ദൈവം അവരോട് പറയുകയാണ്, ഞാൻ അവർക്ക് ആഹാരം കൊടുക്കും, ഞാൻ അവർക്ക് മന്ന കൊടുക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ അസാധാരണമായ പ്രൊവിഷൻസ് ഉണ്ട് ദൈവമക്കളെ, സ്വർഗത്തിലുണ്ട് കേട്ടോ. തന്നിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക്, തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കത് ദൈവം കൊടുക്കും, ഒരു സംശയമില്ല. ഇവിടെ നോക്കിയേ, രാവിലെ അവർ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച മഞ്ഞിനകത്ത് പൊതിഞ്ഞ് വിശേഷപ്പെട്ട ചിലത് ദൈവം കൊടുക്കുകയാണ്. മഞ്ഞിനകത്ത് പൊതിഞ്ഞ്. പക്ഷെ എന്ത് സംഭവിക്കും? വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോവും. അതുകൊണ്ട് വെയിലും ഉറയ്ക്കുന്നതിന് മുമ്പ് എല്ലാവരും എഴുന്നേറ്റോണം. ഇതെന്തിനാ കാണിക്കുന്നതെന്നറിയാമോ? നമ്മുടെ പേഴ്സണലായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? പ്രെയർ ലൈഫിൽ, വചനധ്യാനത്തിൽ, തീരുമാനങ്ങളിൽ, പ്രാർത്ഥനകളിൽ, ആരാധനകളിലൊക്കെ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടോ? എങ്കിൽ അന്നത്തേക്ക് വേണ്ടുന്നത് കർത്താവ് തരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതുവരെ അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ഇന്ന് തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഏർലി മോർണിംഗ് ഞാൻ എഴുന്നേക്കും. കുറച്ച് സമയമാണെങ്കിൽ അത് പറക്കാൻ എത്ര സമയം വേണം ദൈവമക്കളെ? അത് പറക്കാൻ കുറച്ച് സമയം മതി ഇല്ലേ? ഓരോരുത്തർ ഇടങ്ങഴി വീതമോ പറക്കിയത്. കുറെ പറക്കി ഒത്തിരി പേര്, ഏറെ പറക്കിയവർക്ക് ഏറെ ഒന്നും കിട്ടിയില്ല. അവരളന്നപ്പോൾ എല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ളതേ കിട്ടിയുള്ളൂ. ഹല്ലേലൂയ. അവിടെയും ദൈവം പറയുന്നുണ്ട്, ആമേൻ, നാളത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? ശേഷിപ്പിക്കരുത്. അതാത് ദിവസത്തേക്കുള്ളത് ദൈവം തരുന്നത് കേട്ടോ. അതാത് ദിവസത്തേക്കുള്ളത്. അതുകൊണ്ട് രാവിലെ എഴുന്നേക്കും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെ, കർത്താവേ ഇന്നത്തേക്ക് വേണ്ടുന്ന ദൈവകൃപ തരണേ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്നത്തേക്കുള്ളത്, ഓരോ ദിവസത്തേക്കുമുള്ള പുതിയത് ദൈവം നമുക്ക് തരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ കുറച്ച് പേരെന്തെന്നറിയാമോ? ദൈവം പറഞ്ഞു നാളത്തേക്ക് വെക്കരുത്. ചിലർ നാളത്തേക്ക് തന്നെ വെച്ചു. ഈ ഹവ്വായുടെ കൂട്ടാണല്ലോ ചിലർ. അനുസരണക്കേടെന്ന് പറയുന്നത് ഭയങ്കര വിഷയം. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? കൃമിച്ച് നാറിയെന്നാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, എനിക്കും നിങ്ങൾക്കും ദൈവം ചിലത് തരുന്നത് അതാത് സമയത്ത് ഉപയോഗിക്കാൻ കേട്ടോ. അതിലൂടെ ദൈവനാമം മഹത്വപ്പെടാൻ കേട്ടോ. പക്ഷേ അത് പിറ്റേന്നത്തേക്ക്, അടുത്ത ദിവസത്തേക്ക് അത് വെക്കരുത്. സ്തോത്രം. ഇവിടെ കാണുന്ന ഒന്നാമത്തെ അനുസരണക്കേട് ഇതാ, പിറ്റേന്നത്തേക്ക് വെച്ചു, ക്രമിച്ച് നാറി. രണ്ടാമതൊരു അനുസരണക്കേടൂടെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. അത് വേറൊന്നുമല്ല, ദൈവം പറഞ്ഞ 6 ദിവസം നിങ്ങൾക്ക് എന്ത് തരത്തുള്ളൂ? മന്ന തരത്തുള്ളൂ. 7-ാമത്തെ ദിവസം നിനക്ക് സ്വസ്ഥതയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, 7-ാമത്തെ ദിവസവും നിനക്ക് കഴിക്കാൻ പറ്റും, ക്രമിച്ച് നാറത്തില്ല. 6-ാമത്തെ ദിവസം നീ ഇരട്ടി പറക്കിക്കോണം. അങ്ങനെ എന്ത് ചെയ്ത്? ഇരട്ടി പറക്കി പിറ്റേന്നത്തേക്ക് കഴിച്ചതിൻ്റെ ബാക്കി വെച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല? ക്രമിച്ച് നാറിപ്പോയില്ല. എന്നാൽ അവിടുത്തെ ഒരു അനുസരണക്കേടെന്ന് പറയുന്നത്, ചിലർ 6 ദിവസം പറക്കിയതിൻ്റെ കൂട്ട് 7-ാമത്തെ ദിവസം പറക്കാൻ ചെന്നപ്പോൾ അവിടെ കാണാനില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതല്ലേ പോവരുതെന്ന്. ദൈവം പോകരുതെന്ന് പറഞ്ഞാൽ പോവരുത്. അനുസരണക്കേട് അവിടെ പൊങ്ങരുത്. ഹല്ലേലൂയ. 2 അനുസരണക്കേട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ 2 അനുസരണക്കേട് വന്നിട്ടും ദൈവം തൻ്റെ പ്രൊവിഷൻ നിർത്തിയോ? ദൈവമക്കളെ, സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ നിർത്തിയോ? ഇല്ല. 40 വർഷം. നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കിയേ. കനാൻ നാട്ടിലെത്തുന്നതിൻ്റെ ആ ടൈം വരെ തൻ്റെ ജനത്തിനത് കൊടുത്തെങ്കിൽ ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഈ ദൈവം എൻ്റെ ദൈവമാണ്, നിങ്ങളുടെ ദൈവമാണ്. നിശ്ചയമായിട്ട് ദൈവം ചില നൽകി തരാൻ വിശ്വസ്തനും. ആ ദൈവവരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കുന്ന ദൈവമാണ്. എന്നാൽ ഞങ്ങളിൽ നിന്ന് അനുസരണക്കേട് പൊങ്ങി വന്നാൽ ചിലത് ക്രമിച്ച് നാറുമെന്നും ചിലത് കാണാൻ കഴിയത്തില്ലെന്നും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവ്. സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും
സ്വർഗീയമായ പ്രൊവിഷൻസ്, സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് കൽപ്പിച്ചാക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.